പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചമ്മന്തിപ്പൊടിയാക്കി വെച്ചിരുന്നാല് മാസങ്ങളോളം കേടുകൂടാതിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറിന്റെ കൂടെ ഈ ചമ്മന്തിപ്പൊടി കൊടുത്തുവിടാനും പറ്റും. നമ്മുടെ വീട്ടിൽ മറ്റു കറികളൊന്നും വെച്ചില്ലെങ്കിലും ശരി തന്നെ ഈ ഒരു ചമ്മന്തിപ്പൊടിയും കൂട്ടി ചോറ് കഴിക്കാനും പറ്റും. അപ്പൊ പിന്നെ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാല് അതിനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള മാങ്ങ. ഇത് തയ്യാറാക്കാനായിട്ട് 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അരിഞ്ഞ എടുക്കാവുന്നതാണ്. പിന്നെ കടുക്, ഉലുവ, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ അത്യാവശ്യം കുറച്ച് കരിവേപ്പിലയൊക്കെ ഇച്ചിരി തോന എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തോനയൊക്കെ എടുക്കാവുന്നതാണ്, കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ തിരികെ എടുത്ത് തയ്യാറാക്കാനായിട്ട് നമ്മൾ വേറൊരു പാത്രം ഒന്ന് അടുപ്പി വെച്ച് കൊടുത്ത് ആ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. ഈ കടു ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഇതും കൂടെ ചേർത്തൊന്ന് വറുത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് അതും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം, നല്ലതാ. ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കൈവച്ചൊന്ന് എടുത്തു നോക്കാം. അന്നേരം എന്താ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പം പാകമായി. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കുക. തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ എടുത്ത് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. മാങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തേങ്ങ തിരികെ വെച്ചിരുന്നത് അതും കൂടി ഇത് ഇട്ട് കൊടുത്ത് അതും കൂടി ഇതിന്റെ കൂടെ ഇട്ടൊന്ന് ചതച്ച ഈ മാങ്ങയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മാങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ട് ചതച്ചെടുത്തപ്പോൾ ഇതുപോലെ ചതഞ്ഞ് നല്ല ഇതുപോലെ ചതഞ്ഞ് വരണം. വലിയ കഷ്ണങ്ങളൊന്നും കിടക്കരുത്. ഇതുപോലെ ചതച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ കടുകും മുളകും കറിവേപ്പിലയും വറുത്തെടുത്തത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കൈവച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. നല്ല പാകത്തിന് മൂത്ത് വന്നതുകൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഈ ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അന്നേരം നമ്മൾ അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെന്താ ഇതിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിത് തയ്യാറാക്കാനായിട്ട് നേരത്തെ എടുത്ത പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി ചെറിയൊരു മൂപ്പെത്തുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചില്ലെങ്കിൽ നമുക്ക് അരിഞ്ഞെടുത്താലും മതി. അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ മാങ്ങയുടെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞു വരണം. വെള്ളമെല്ലാം വലിഞ്ഞു വന്ന് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രം ആയിരിക്കണമായിരുന്നു. ഇതങ്ങ് ചെറുതായത് കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടെ വിശാലമായിട്ടായിരുന്നെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാറുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും മുളകും കറിവേപ്പിലയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് കണ്ട നല്ലൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട നല്ലൊരു മണവും നല്ല കളറും ഇത് കണ്ട നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി വേറൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം. എത്ര നാൾ വേണമെങ്കിലും എടുക്കാം. നനഞ്ഞ സ്പൂണോ ഒന്നും ഇടാതിരുന്നാൽ മതി. കണ്ട കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പം ഇച്ചിരി ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കൊടുത്തു വിടാൻ പറ്റും. നമ്മളെ വീട്ടിൽ മീനൊന്നും മേടിച്ചില്ല, അല്ലെങ്കിൽ കറിയൊന്നും വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി ചമ്മന്തിപ്പൊടിയൊക്കെ എടുക്കണമെങ്കിൽ ഇതാണ്ട മാങ്ങ ചമ്മന്തി ഉണ്ട്. ഈ മാങ്ങ ചമ്മന്തി ഒന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു ടിന്നിലാക്കി വെച്ചേക്കാം. പിറ്റേ ദിവസം നമ്മൾ ഇച്ചിരി ചോറിട്ട് ചോറിന്റെ കൂടെ കുറച്ച് നെത്തോലി വറുത്ത ഉണ്ടായിരുന്നു, പപ്പടവും വെച്ച് മാങ്ങാ ചമ്മന്തി